എടവനക്കാട് കടൽഭിത്തി നിർമ്മാണത്തിനും ചെറായി ദേവസ്വം നട ബൈപ്പാസ് നിർമ്മാണത്തിനും ജിഡ ജനറൽ കൗൺസിലിൽ അംഗീകാരം. എടവനക്കാട് കടലാക്രമണം തടയുന്നതിനായി ജിഡ ഫണ്ട് വിനിയോഗിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജിഡ ജനറൽ കൗൺസിലിൽ തീരുമാനമായതായി MLA KN ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ. തീരപ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ കടലാക്രമണത്തിന്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഘട്ടങ്ങൾ ആണ് കടലാക്രമണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ 590 കിലോമീറ്ററും തീരസംരക്ഷണ നടപടികൾ സംരക്ഷണ ഭിത്തി കെട്ടിയും ജിയോ ടെക്സ്റ്റൈൽ ട്യൂബുകൾ ഇട്ടും ടെട്രാപോഡ് ഇട്ടും എല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാം നല്ല സഹായവും ഫണ്ടിന്റെ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ. ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജിഡയുടെ ജനറൽ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. എടവനക്കാട് കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു 35 കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അപ്പൊ ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള എടവനക്കാട് നായരമ്പലം പ്രദേശത്ത് അതിനൊരു വലിയ ആശ്വാസമായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ അത്ര രൂക്ഷമല്ല. അപ്പൊ ആ 35 കോടി രൂപയും ബാക്കി ദുരന്ത നിവാരണ ഏജൻസിയുടെ ഫണ്ടും കൂടി വരുമ്പോൾ അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കടലാക്രമണം പൂർണ്ണമായും നമുക്ക് ചെറുക്കാൻ, പ്രത്യേകിച്ച് ചെല്ലാനം മാതൃകയിലുള്ള ടെട്രാപോഡൊക്കെ സ്ഥാപിച്ച് ഇതിന് കഴിയും. അപ്പൊ ആ ഒരു വിവരം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. 13 വർഷത്തെ സക്സസ്ഫുൾ ജേർണി, 250-ലേറെ ബ്രാഞ്ചുകൾ, ട്രൂലി ഇന്റർനാഷണൽ, ദ UK കോൺസെപ്റ്റ് പ്രീ സ്കൂൾ.